Module 5 Current Trends in Logistics. Logistics Information Library. Logistics Information Library, that is LIL, is used to record, classify and retrieve key figures in logistics. ലോജിസ്റ്റിക്സിലെ സാധാരണ നമ്മളൊരു ലൈബ്രറി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അവിടെ നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാനും ആവശ്യമുള്ള ഇൻഫർമേഷനുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും ആവശ്യമുള്ളപ്പോൾ എടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മളൊരു ലൈബ്രറി അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ ലൈബ്രറി. ഇവിടെ ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും റെക്കോർഡ് ചെയ്ത് വെക്കുന്നതും അതുപോലെ തന്നെ ആവശ്യമുള്ളപ്പോൾ എടുക്കുന്നതും ഈ പറയുന്ന LIL നിന്നാണ്. For example, information such as stock level is seen as a key figure. The main benefit of LIL are the following. അപ്പോൾ സ്റ്റോക്ക് ലെവൽ, ഒരു ഓർഗനൈസേഷനിൽ സ്റ്റോക്ക് ലെവൽ എവിടെ വരെ എത്തി, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മിനിമം ലെവൽ, മാക്സിമം ലെവൽ, റീഓർഡർ ലെവൽ, ഡേഞ്ചർ ലെവൽ, അങ്ങനെ ഓരോ ലെവലിലും എത്ര സ്റ്റോക്ക് ഇപ്പോൾ നിലവിലുണ്ട്, എല്ലാ ലെവലുകളും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള ഇൻഫർമേഷനുകളൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെയിൻ ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ഈ LILൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്താണ്? ട്രാൻസ്പെറൻസി ഓഫ് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു അവൈലബിലിറ്റി, faster, more direct access to key figures and easy to use search strategies. അപ്പം നമ്മൾ ഇത് മെയിനായിട്ടുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി ഓഫ് ഇൻഫർമേഷൻ, അതായത് ഒരു ഓർഗനൈസേഷനിലെ ഫുൾ ഇൻഫർമേഷൻ നമ്മൾക്ക് ആ ഒരു LILൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ഇൻഫർമേഷനും നമ്മൾക്ക് അവിടെ അവൈലബിൾ ആണ്. ദെൻ അതുപോലെ തന്നെ ഫാസ്റ്റർ, നമുക്ക് ആ ഒരു സ്ഥലത്ത് മാത്രം അല്ലെങ്കിൽ LILൽ മാത്രം നോക്കിയാൽ മതി അല്ലേ, വേറെ ഇൻഫർമേഷൻ വേറെ സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ ഡയറക്റ്റ് ആക്സസ് ആണ്, ഈസി ടു യൂസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് LILൻ്റെ മെയിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ്. ദെൻ നെക്സ്റ്റ് ആണ് ലോജിസ്റ്റിക്സ്. അറിയാം, ലോജിസ്റ്റിക്സിൽ ഇലക്ട്രോണിക് ആയിട്ട് ലോജിസ്റ്റിക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ലോജിസ്റ്റിക്സ് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളവിടെ ഇലക്ട്രോണിക്, അതായത് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. ഇവിടെ അത് തന്നെയാണ് വരുന്നത്. ഇറ്റ് ഈസ് എ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റർനെറ്റ് ബേസ്ഡ് ടെക്നോളജീസ് ടു ട്രഡീഷണൽ ലോജിസ്റ്റിക്സ് പ്രോസസ് ഓർ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആൻഡ് സർവീസസ് ഡീലിംഗ് വിത്ത് എഫിഷ്യൻറ്റ് ട്രാൻസ്പോർട്ട്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് പ്രോഡക്ട്സ് അലോങ് വിത്ത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ചെയിൻ. നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലെ എല്ലാ യൂണിറ്റ്സിലും അല്ലെങ്കിൽ എല്ലാ പ്രോസസ്സിലും ഈ പറയുന്ന ഇൻ്റർനെറ്റും അതുപോലെ തന്നെ ടെക്നോളജീസും യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയാണ് ഈ പറയുന്ന ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സാധാരണ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് തന്നെയാണ്, പക്ഷേ അവിടെ ഇൻ്റർനെറ്റിൻ്റെയും അതുപോലെ തന്നെ ടെക്നോളജിയുടെയും അഡ്വാൻസ്മെൻറ്റോട് കൂടിയിട്ട് ഈ ട്രഡീഷണൽ ലോജിസ്റ്റിക്സ് പ്രോസസ്സുകളിൽ ഈ പറയുന്ന ഇൻ്റർനെറ്റും ടെക്നോളജീസും നമ്മൾ ആഡ് ഓൺ ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് ലോജിസ്റ്റിക്സ് ആയത്. നെക്സ്റ്റ് ആണ് ലോജിസ്റ്റിക്സ് is a logistical process that governs everything related to online marketplace. It is relatively novel concept. It is a dynamic set of communication, computing and collaborative technologies that transform key logistical processes to customer centric by sharing data, knowledge and information with supply chain partners. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? ഗവേൺസ് എവറിത്തിങ്. ഇവിടെ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആണ് ഫുൾ ലോജിസ്റ്റിക്സ് പ്രോസസ്സുകളെ നമ്മുടെ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസിൽ നടക്കുന്ന അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുമായിട്ട് നമ്മുടെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസിനെ റിലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്നതാണ് ഡൈനാമിക് കോൺസെപ്റ്റാണ്. നമ്മൾ ഈ പറയുന്ന എൻവയോൺമെൻറ്റൽ ചേഞ്ചസിനനുസരിച്ചും മാർക്കറ്റ് പ്ലേസിലെ ചേഞ്ചസ് അനുസരിച്ചും ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ചും നമ്മൾക്ക് ഇത് ഡൈനാമിക്കായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാം, അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിക്കും. ദെൻ that transforms key logistical processes to be customer centric by sharing data, knowledge and information with supply chain partners. നമ്മളുടെ സപ്ലൈ ചെയിനിലുള്ള എല്ലാവരുമായിട്ടും, സപ്ലൈ ചെയിനിൽ വരുന്ന നമ്മളുടെ സപ്ലയർ തൊട്ട് കൺസ്യൂമർ വരെയുള്ള എല്ലാവർക്കും ഇതിൽ ഉള്ള ഫുൾ ഇൻഫർമേഷൻ നമ്മൾക്ക് ആക്സസബിൾ ആണ്. കസ്റ്റമർ സെൻട്രിക് ആക്കുകയാണ്, അതായത് കസ്റ്റമറിന് നമ്മുടെ ഇൻഫർമേഷൻ ഫുൾ അവൈലബിൾ ആക്കുന്ന ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഇലക്ട്രോണിക്കലി ഇൻ്റർനെറ്റ് വഴി നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് അല്ലേ. നമുക്ക് ഓർഡർ പ്രോസസ്സ് ചെയ്യാം, അത് ഓർഡർ എവിടം വരെ എത്തിയെന്നറിയാം, ഡിസ്പാച്ച് ചെയ്യുന്നതറിയാം, അതുപോലെ തന്നെ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ട്, അതിൽ ഏതൊക്കെ അവൈലബിൾ ആണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഇൻ്റർനെറ്റിലൂടെ അറിയാം. അപ്പോൾ ഫുൾ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് ഇൻ്റർനെറ്റ് വഴി ആക്കുമ്പോഴാണ് അത് ലോജിസ്റ്റിക്സ് ആക്കുന്നത്. ദെൻ ഇറ്റ് ഹെൽപ്പ് ഇൻ കൂപ്പിംഗ് വിത്ത് ദ ന്യൂലി അറൈസിങ് ലോജിസ്റ്റിക്സ് ചാലഞ്ചസ്. പുതിയ ലോജിസ്റ്റിക്സ് ചാലഞ്ചസ്, അതായത് കോമ്പറ്റീഷൻ കൂടി വരികയാണ്, ഇൻ്റർനെറ്റിൻ്റെയും ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസിനെയും ഇതിനനുസരിച്ച് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. The key elements of e-logistics are multi-channel operation, cross-border functionality, warehouse layout and inventory planning and forecasting and performance management,
അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? മെയിനായിട്ട് ഈ ലോജിസ്റ്റിക്സിൽ വരുന്ന എലമെൻറ്റ്സ് മൾട്ടി ചാനൽ ഓപ്പറേഷൻ. നമ്മൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മാത്രമല്ല ഈ പറയുന്ന ഓർഡേഴ്സ് എടുക്കാൻ പറ്റുക അല്ലേ. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താണ്, ഒരു സൈറ്റിൽ മാത്രമല്ല നമ്മുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. നമ്മൾക്ക് തന്നെ ഒരു മാനുഫാക്ചറിന് തന്നെ പല സൈറ്റുകളിലും ഈ ഒരു പ്രോഡക്റ്റ് തന്നെ നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ മൾട്ടി ചാനൽ ഓപ്പറേഷൻ, മൾട്ടി ചാനൽ ആക്സസ് കിട്ടുന്നുണ്ട്. ദെൻ ക്രോസ് ബോർഡർ ഫംഗ്ഷനാലിറ്റി. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും, പക്ഷേ നമുക്ക് ഗ്ലോബലി അത് ഇൻ്റർനെറ്റിലൂടെ നമ്മൾക്ക് എന്താണ് സെല് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ വെയർഹൗസിങ്. അതുപോലെ തന്നെ വെയർഹൗസിങ് എളുപ്പമാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ഇൻ്റർനെറ്റിൽ നമ്മൾ പറയുന്നുണ്ട് ഓരോ ലൊക്കേഷനിലും നമ്മൾക്ക് ഇതിനുള്ള ഔട്ട്ലെറ്റുകൾ ഉണ്ടാകും. അതിൽ നിന്നാണ് നമ്മളുടെ നിയർ ബൈ ആയിട്ടുള്ള പ്രോഡക്റ്റൊക്കെ വരുന്നത്. അപ്പോൾ വെയർഹൗസിങ് ഇവിടെ ഹെൽപ്ഫുള്ളാണ്. ദെൻ ഇൻവെൻറ്ററി പ്ലാനിങ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് പെർഫോമൻസ് മാനേജ്മെൻറ്റിനൊക്കെ ഇത് ഈ ലോജിസ്റ്റിക്സ് ഹെൽപ്ഫുള്ളാണ്. The success in e-logistics depends on the focus selected for the online shop, proper collaboration, transparent communication with customers for delivery and returns are the other key factors that determines the success of e-logistics. അപ്പോൾ ഇലക്ട്രോണിക് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കൺവീനിയൻസ് പോലെ തന്നെ കസ്റ്റമേഴ്സിന് കുറച്ച് എന്താണ് പേടിയുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടാവുമോ എന്നുള്ള ഒരു പേടിയുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് നല്ല എന്താണ് അവരെ കസ്റ്റമർ സെൻട്രിക് ആയിട്ടായിരിക്കണം നമ്മൾ പ്രോഡക്റ്റ്സ് ഡെലിവർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പ്രോഡക്ട്സിൻ്റെ ഡെലിവറിയും റിട്ടേൺസും അതുപോലെ തന്നെ അതിൽ കൊടുക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷനും ട്രാൻസ്പെറൻ്റ് ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. ഓക്കെ, അവരിൽ കൂടുതൽ വിശ്വസ്തത വരുന്ന രീതിയിലും അതുപോലെ തന്നെ സെക്യൂരിറ്റി കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലും ആയിരിക്കണം നമ്മൾ ഇതിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലോജിസ്റ്റിക്സ് ആൻഡ് ഇ ലോജിസ്റ്റിക്സ്. ഈ ലോജിസ്റ്റിക്സും സാധാരണ ലോജിസ്റ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മൾക്ക് കുറേ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലോജിസ്റ്റിക്സ് റെഫേഴ്സ് ടു പ്ലാനിങ്, എക്സിക്യൂഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ഗുഡ്സ്. ദെൻ ഈ ലോജിസ്റ്റിക് ബേസിക്കലി ഓട്ടോമേറ്റിംഗ് ദ ലോജിസ്റ്റിക്സ് പ്രോസസ്സ്. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് അവിടെ പ്ലാനിങ് ഉണ്ട്, എക്സിക്യൂഷൻ ഉണ്ട്, ഹാൻഡ്ലിംഗ് ഉണ്ട് അല്ലേ. ഗുഡ്സിനെയും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിനെയും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനുള്ളതിനെയും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സിൽ വരുന്ന എല്ലാ പ്രോസസ്സിനെയും ഓട്ടോമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുക എന്നുള്ളൊരു മെത്തേഡാണ്. ദെൻ നെക്സ്റ്റ് ആണ് ലോജിസ്റ്റിക്സ് പ്ലാൻസ്, ഇംപ്ലിമെൻറ്റ്സ് ആൻഡ് കൺട്രോൾസ് എഫിഷ്യൻറ്റ് എഫക്റ്റീവ് ഫ്ലോ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ്, സർവീസ് ആൻഡ് റിലേറ്റഡ് ഇൻഫർമേഷൻ ഫ്രം ദ പോയിന്റ് ഓഫ് ഒറിജിൻ ടു ദ പോയിന്റ് ഓഫ് കൺസംഷൻ ഇൻ ഓർഡർ ടു മീറ്റ് ദ കസ്റ്റമർ ഡിമാൻഡ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പ്രോഡക്റ്റിനെയോ ഗുഡ്സിനെയോ സർവീസിനെയോ സ്റ്റോർ ചെയ്യുന്നതും അത് ഫ്ലോ ചെയ്യുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലോജിസ്റ്റിക്സിൽ വരുന്നുണ്ട് അല്ലേ. നമുക്കറിയാവുന്ന കാര്യമാണ് ലോജിസ്റ്റിക്സ്. ദെൻ ഈ ലോജിസ്റ്റിക്സ് എന്താണ്? ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റർനെറ്റ് ബേസ്ഡ് ടെക്നോളജീസ് ടു ട്രഡീഷണൽ ലോജിസ്റ്റിക്സ്. ഈ പറഞ്ഞ് നമ്മൾ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് അതിൻ്റെ സോഴ്സിൽ നിന്നും എത്തിക്കുന്ന തൊട്ടുള്ള ഫുൾ പ്രോസസ്സിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യുകയാണ്? ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതാണ് ഡിഫറൻസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് ഈ ലോജിസ്റ്റിക്സ്. ഈ ലോജിസ്റ്റിക്സ് റെഡ്യൂസസ് ദ റിസ്ക് ഇൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് കസ്റ്റമർ ബൈ എൻഷുറിംഗ് ദാറ്റ് ദ റൈറ്റ് പ്രോഡക്റ്റ് ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് എ സർട്ടൻ ടൈം ടു സ്പെസിഫിക് കസ്റ്റമേഴ്സ് ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ്. അപ്പോൾ ഫുൾ ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മൾക്കിത് റൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് കസ്റ്റമറും സെല്ലറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. അതായത് ട്രഡീഷണൽ ലോജിസ്റ്റിക്സിലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോഡക്റ്റ്സ് ഒന്നും കറക്റ്റായിട്ട് ചിലപ്പോൾ എത്തിക്കാൻ സാധിച്ചിരിക്കില്ല. അതുപോലെ തന്നെ ഇതുപോലെ ഓർഡർ ട്രാക്ക് ചെയ്യാനൊക്കെ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇൻ്റർനെറ്റ് ലോജിസ്റ്റിക്സിൽ അങ്ങനെയല്ല. ഓർഡേഴ്സ് ട്രാക്ക് ചെയ്യാനും നമ്മുടെ പ്രോഡക്റ്റ് എവിടെ എത്തിയെന്ന് അറിയാനും അതുപോലെ തന്നെ ഏതൊക്കെ പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ റിവ്യൂസ് ഉണ്ടാവും. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കസ്റ്റമറിൻ്റെയും സെല്ലറിൻ്റെയും ഇടയിലുള്ള റിലേഷൻഷിപ്പിൽ അധികം റിസ്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ദെൻ കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്ലേസിൽ എത്തിക്കാനായിട്ട് സാധിക്കും. ബി ആണ് നെക്സ്റ്റ് പറയുന്നത് ഈ ലോജിസ്റ്റിക്സ് അലൗ ആസ് ടു മേക്ക് ട്രാൻസാക്ഷൻ വിത്തൗട്ട് എനി നീഡ്സ് ഓൺ സ്റ്റോഴ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് അതർ കോമൺ തിങ്സ്. ദ ഓൺലി റിക്വയർമെൻറ്റ് ഇസ് ടു ഹാവ് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് വെബ്സൈറ്റ് ആൻഡ് ഗുഡ് കസ്റ്റമർ സർവീസ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെന്താണ് വേണ്ടത്? ഈ ലോജിസ്റ്റിക്സിൽ സാധാരണ ലോജിസ്റ്റിക്സിനെ പോലെ ഗുഡ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമോ അതുപോലെ തന്നെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾക്ക് കസ്റ്റമറിൻ്റെ ഓർഡർ കിട്ടിയതിന് ശേഷവും നമ്മൾക്ക് വേണമെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യാം അല്ലേ. പക്ഷേ നേരത്തെ സാധാരണ ലോജിസ്റ്റിക്സിൽ എന്താണ് കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ ഉണ്ടാവും എന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കുറേ മുമ്പ് തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുകയാണ്. പക്ഷേ ഈ ലോജിസ്റ്റിക്സിൽ നമ്മൾക്ക് അറിയാൻ പറ്റും എത്ര ഓർഡറുകളൊന്നുണ്ട്. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾക്ക് അപ്പോൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ആകെ ആവശ്യമുള്ള എന്താണ്? ഒരു വെബ്സൈറ്റ് വേണം, അതുപോലെ തന്നെ നല്ല കസ്റ്റമർ സർവീസും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് കമ്പാരിസൺ ഓഫ് പ്രൈസസ് എമംഗ് നമ്പർ ഓഫ് പ്രൊവൈഡേഴ്സ് ഇസ് പോസിബിൾ. അപ്പോൾ നമ്പർ ഓഫ് സെല്ലേഴ്സ്, കുറേ സെല്ലേഴ്സ് ഉണ്ടാവും അല്ലേ. ഒരു പ്രോഡക്റ്റ് തന്നെ പല സെല്ലേഴ്സിൻ്റെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് പ്രൈസ് കമ്പയർ ചെയ്തിട്ട് നല്ല പ്രൈസിനുള്ള പ്രോഡക്റ്റ് അവൈലബിൾ ആക്കാൻ സാധിക്കും. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ
സോഴ്സിങ് മൾട്ടിപ്പിൾ ഓർഡർ ഐറ്റം ഫ്രം മൾട്ടിപ്പിൾ സെല്ലേഴ്സ് ആൻഡ് കൺസോളിഡേഷൻ. അപ്പോൾ പല സെല്ലേഴ്സിൽ നിന്നുമുള്ള പല പ്രൊഡക്റ്റ്, ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു സെല്ലറിൻ്റെ പ്രൊഡക്റ്റ് അല്ല കാണുന്നത്. ഓക്കെ, നമ്മൾക്ക് ചിലപ്പോൾ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് നമ്മൾ എടുത്തേക്കാം, ചിലപ്പോൾ അത് കഴിഞ്ഞ് എന്തെങ്കിലും പറയുന്ന ഫർണിച്ചർ സെലക്ട് ചെയ്തേക്കാം, ദെൻ പില്ലോ കവറോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ പല പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ കുറേ പ്രൊഡക്റ്റുകളെ ഒരുമിച്ച് നമ്മൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ വെബ് ബേസ്ഡ് ടെക്നോളജി ഗീവ്സ് ഇൻ ട്രാൻസിറ്റ് ഇൻഫർമേഷൻ ആൻഡ് എക്സെപ്ഷൻ നോട്ടിഫിക്കേഷൻ. ഇൻ ട്രാൻസിറ്റ് ഇൻഫർമേഷൻ, അതായത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു ഇതിൽ വരുന്ന ഇൻഫർമേഷൻ, നമ്മൾക്കിപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഓർഡർ പ്രോസസ്സിംഗ് ആണോ, ഷിപ്പ് ചെയ്തോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ എക്സെപ്ഷൻ നോട്ടിഫിക്കേഷൻ. എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ഒരു ഗുഡ്സിൽ ഇപ്പോൾ ഡെലിവറി ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗുഡ്സ് നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തതിൽ നിന്നും ഔട്ട് ഓഫ് സ്റ്റോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസൊക്കെ നമ്മൾക്ക് നേരത്തെ തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ട്രഡീഷണൽ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ചിലപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ അറിയില്ല ഈ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് കറക്റ്റ് ടൈമിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഇൻ്റർനെറ്റ് ബേസ്ഡ് ലോജിസ്റ്റിക്സിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. Then next ആണ് e-logistics structure and operations. A firm desires of offering goods on the internet needs to develop a proper infrastructure for electronically integrating all the operations of logistics to ensure customer satisfaction before, during and after the buying. ഓക്കെ, അപ്പോൾ ഈ ലോജിസ്റ്റിക്സിൽ വരുന്നത് ഇതിലെല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ലോജിസ്റ്റിക്സ്? ഒരു ഫേം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിലൂടെ കൊടുക്കുകയാണ്? ഇൻ്റർനെറ്റിലൂടെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ട്രഡീഷണൽ ആയാലും ഇലക്ട്രോണിക്കലായാലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കസ്റ്റമർ അത് വാങ്ങുന്നതിന് മുൻപും അതിന് ശേഷവും വാങ്ങുന്ന പ്രോസസ്സിങ്ങിനിടയിലും കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ലോജിസ്റ്റിക്സിൽ വരുന്ന ഓപ്പറേഷൻസ്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ഓർഡർ പ്രോസസ്സിംഗ്, ദെൻ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, ഓർഡർ എക്സിക്യൂഷൻ, ഷിപ്പിംഗ്, ട്രാക്കിംഗ് ആൻഡ് ട്രേസിംഗ്, പേയ്മെൻറ്റ്സ്, ട്രാൻസാക്ഷൻ സെക്യൂരിറ്റി, ഓർഡർ പോസ്റ്റ്പോൺമെൻറ്റ്, ക്യാൻസലേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, റിവേഴ്സ് മെറ്റീരിയൽ ഫ്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഓർഡർ പ്രോസസ്സിംഗ്. നമ്മൾക്കറിയാവുന്നതാണ്. ഈ ഒരു കാലത്ത് ആർക്കും ഈ ഒരു കാര്യങ്ങൾ അറിയാത്തതുണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. ദ കസ്റ്റമർ ആഫ്റ്റർ ഓപ്പണിംഗ് എ വെബ്സൈറ്റ് മേ സെലക്ട് വൺ ഓർ മോർ ഐറ്റംസ് ഫോർ പർച്ചേസിംഗ്. എനി വെബ്സൈറ്റ്സ് പ്രൊവൈഡ് ആൻ ഇലക്ട്രോണിക് ബാസ്ക്കറ്റ് വെയറിൻ ദ കസ്റ്റമർ ക്യാൻ പിക്ക് അപ്പ് ഐറ്റംസ് ഹി വാണ്ട്സ് ടു പർച്ചേസ്. ദെൻ അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കസ്റ്റമർ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത്? നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു, ദെൻ നമ്മൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ അതിലെന്ത് വേണം? വെബ്സൈറ്റ് നമ്മൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും? ഒരു ഇലക്ട്രോണിക് ബാസ്ക്കറ്റ്. നമ്മൾക്കറിയാം നമ്മളുടെ കാർട്ട്, ഈ കാർട്ട് അല്ലെങ്കിൽ നമ്മുടെ കാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കാർട്ടിലിട്ട് വയ്ക്കാം, ആവശ്യമുള്ള പ്രോഡക്റ്റുകളൊക്കെ കസ്റ്റമേഴ്സിന് കാർട്ടിലിട്ട് വയ്ക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? The dialog box will display reconfirmation from the customer through price checking. For low unit price items or low value orders, full payment may have to be made online through a credit card. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ ചെറിയ എമൗണ്ടിൻ്റെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ബാസ്ക്കറ്റിലിട്ട് കുറച്ച് ഐറ്റംസ് ബാസ്ക്കറ്റിലിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളത് ബൈ ചെയ്യാനായിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കാണിക്കും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ചെറിയ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല. വലിയ എമൗണ്ടിൻ്റെ ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാം. ചെറിയ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, ഹവെവർ ഫോർ ലാർജ് വാല്യൂ ഓർഡേഴ്സ് ദ കസ്റ്റമർ വിൽ നോട്ട് പേ ദ ഫുൾ എമൗണ്ട് ഇൻ വൺ ടൈം ത്രൂ ക്രെഡിറ്റ് കാർഡ്. ഇൻ സച്ച് കേസസ് ഓർഡർ വിൽ ബി processed with the credit items as per the credit norms on the basis of past payment history of a client. അപ്പോൾ ക്ലയൻറ്റിൻ്റെ പാസ്റ്റ് പേയ്മെൻറ്റ് ഹിസ്റ്ററി നോക്കിയിട്ട്, അതായത് നമ്മൾ നല്ല കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. ക്രെഡിറ്റ് ബേസിൽ നമുക്കത് പർച്ചേസ് ചെയ്യാം. നമ്മളുടെ ഡെലിവറി ചെയ്തതിന് മാത്രം നമ്മൾ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. ദെൻ ഫോർ റിപ്പീറ്റഡ് പർച്ചേസ് ഇൻ കേസ് ഓഫ് B2B ട്രാൻസാക്ഷൻ, ദാറ്റ് ഈസ് ബിസിനസ് ടു ബിസിനസ്, അതായത് ഒരു ബിസിനസ്സിൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് മറ്റൊരു ബിസിനസ്സാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ഓർഡർ പ്രോസസ്സിംഗ് സിസ്റ്റം നീഡ്സ് ടു ബിൽഡ് എ ഡാറ്റാബേസ് ടു പ്രിപ്പയർ ദ പാസ്റ്റ് ഓർഡർ ഹിസ്റ്ററി ഫോർ ഓഫറിംഗ് ഡിസ്കൗണ്ട്സ്, സർട്ടൻ ക്രെഡിറ്റ് കൺസെഷൻസ് ഓർ ഗീവ് ഓട്ടോമാറ്റിക് സിഗ്നൽ ഫോർ എക്സിക്യൂഷൻ.
അപ്പോൾ B2B ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് നമ്മൾക്ക് റിപ്പീറ്റഡ് പർച്ചേസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെപ്പോഴും ഒരേ ഐറ്റം തന്നെയാണ്, ഒരേ എമൗണ്ടിൻ്റെ ഐറ്റംസ് തന്നെയാണ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമുക്ക് ഇലക്ട്രോണിക് ഫോം ആണല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ സിസ്റ്റം തന്നെ എന്ത് ചെയ്യും, അവരുടെ ഓർഡർ ഹിസ്റ്ററി നോക്കിയിട്ട് അതുപോലെ തന്നെ കുറച്ച് ഡിസ്കൗണ്ട്സ് കൊടുക്കും, കൺസെഷൻസോ ക്രെഡിറ്റ് കൺസെഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തനിയെ ആ ഒരു ഓർഡർ ജനറേറ്റ് ചെയ്തോളും. ഓക്കെ. The inbuilt software will check all the prices, taxes, payment, terms and delivery. അപ്പോൾ ഡെലിവറിയുടെ ഫുൾ ടേംസ് ആൻഡ് കണ്ടീഷൻസും പ്രൈസസും ടാക്സും എല്ലാം എന്ത് ചെയ്യും, ഈ സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തോളൂ. ദെൻ ഓർഡർ വിൽ ബി ആക്സെപ്റ്റഡ് ഫോർ എക്സിക്യൂഷൻ ഓൺലി ആഫ്റ്റർ ഇറ്റ് ഇസ് ടെക്നിക്കലി ആൻഡ് കൊമേഴ്ഷ്യലി ക്ലിയർ ആൻഡ് ദ സെയിം വിൽ ബി കൺഫേംഡ് ടു ദി ക്ലയൻറ്റ് ഇലക്ട്രോണിക്കലി. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൺഫേം ആയെങ്കിൽ മാത്രമാണ് ഓർഡർ ആക്സെപ്റ്റഡ് ആവുള്ളൂ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്, നമ്മുടെ ക്ലയൻറ്റ് ആ ഓർഡർ കൺഫേം ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോൾ ഇതിൽ വരുന്നത് എന്താ, നമ്മൾ പറഞ്ഞത് ഓർഡർ പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റ് ഓൺ ചെയ്യുന്നു. ദെൻ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ സെലക്ട് ചെയ്യുന്നു, അത് ബാസ്ക്കറ്റിലേക്ക് ഇടുന്നു. ബാസ്ക്കറ്റിലിട്ട് കഴിഞ്ഞതിന് ശേഷം പേയ്മെൻറ്റ് സ്ഥലത്തേക്ക് വരും. ദെൻ വലിയ വാല്യൂൻ്റെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ക്രെഡിറ്റ് ബേസിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. ദെൻ ചെറിയ വാല്യൂൻ്റെ ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ. ദെൻ പിന്നെ പറയുന്നത് റിപ്പീറ്റഡ് പർച്ചേസ്, ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ റിപ്പീറ്റഡ് പർച്ചേസ് ഉള്ള കേസിൽ എന്താ, കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ഓർഡർ തന്നെ നേരത്തെയുള്ള പ്രീവിയസ് ഹിസ്റ്ററിയിൽ നിന്ന് സെയിം ഓർഡർ തന്നെ എടുത്തിട്ട് ആ കമ്പ്യൂട്ടർ തന്നെ ഓട്ടോമാറ്റിക്കലി ബില്ല് ജനറേറ്റ് ചെയ്തോളും. ദെൻ അതിൻ്റെ ടാക്സും ടേംസ് ആൻഡ് കണ്ടീഷൻസും എല്ലാം സിസ്റ്റം തന്നെ നോക്കിക്കോളും. നമ്മൾക്ക് എന്താ വേണ്ടത്, മെയിനായിട്ട് ക്ലയൻറ്റിൻ്റെ കൺഫർമേഷൻ വേണം. അതുപോലെ തന്നെ രണ്ട് പറയുന്ന സെല്ലറും കസ്റ്റമറും തമ്മിൽ കൺഫർമേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ അത് പ്രോസസ്സ് ചെയ്യുള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. ഡിപ്പെൻഡിങ് ഓൺ ദ ബിസിനസ് മോഡൽ ദ ഇൻവെൻറ്ററി മൂവ്മെൻറ്റ് നീഡ്സ് ടു ബി ഓർഗനൈസ്ഡ് ആഫ്റ്റർ ചെക്കിംഗ് വിത്ത് ദ വെയർഹൗസ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിനനുസരിച്ച് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് എന്താണ്, ഇൻവെൻറ്ററിയിലും ചേഞ്ചസ് വരും. അതിനനുസരിച്ച് വേണം നമ്മൾ വെയർഹൗസിൽ ആക്ടിവിറ്റീസ്, വെയർഹൗസിൽ എത്രത്തോളം നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട് അതിനനുസരിച്ച് വേണം നമ്മുടെ ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ബിസിനസ് ഫേം ഹാസ് ടു ഇൻറ്റഗ്രേറ്റ് ഓൺലൈൻ ഓർഡർ ക്യാപ്ചർ വിത്ത് ഓർഡർ പ്രോസസ്സിംഗ്, ഇൻവെൻറ്ററി പ്ലാനിംഗ്, ഫുൾഫിൽമെൻറ്റ് സിസ്റ്റം. In case the item is not in stock, the order processing, its late delivery will have to be confirmed to the client before the order is accepted. In case നമ്മൾ ഈ പറഞ്ഞ പ്രോഡക്റ്റ് നമ്മുടെ സ്റ്റോക്കിലില്ല അല്ലെങ്കിൽ വെയർഹൗസിലില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കസ്റ്റമറിൻ്റെ അടുത്ത് നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞിരിക്കണം അല്ലേ, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കൺഫേം ചെയ്തിരിക്കണം. ഷിപ്മെൻറ്റ് ലേറ്റ് ആവും അല്ലെങ്കിൽ ഡെലിവറി ലേറ്റ് ആവും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരിക്കണം. നമ്മൾ കാണാറുണ്ട് അല്ലേ, നോട്ട് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കാണിക്കാറുണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇത് ഡിലേ ആവും, പിന്നെ ഒരു ടൈമിൽ വന്ന് നിങ്ങളത് പർച്ചേസ് ചെയ്യണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുന്നത്. ഓക്കെ. Then for stock items, the replenishment instructions will be issued as soon as the item is removed from the shelves. Then ഇൻ കേസ് സ്റ്റോക്കിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളുടെ ഇപ്പോൾ 5 യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ ഒരു ഐറ്റം അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ഇനി നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൽ ആ ഒരു ഐറ്റം മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് ആയിരിക്കും കാണിക്കുക. ഓക്കെ. ഇൻ ഇ കൊമേഴ്സ്, ഹോണറിംഗ് ഡെലിവറി കമ്മിറ്റ്മെൻറ്റ്സ് ടു കസ്റ്റമേഴ്സ് ഇസ് പാരമൗണ്ട് കൺസേൺ ടു ദ സെല്ലർ ടു റിമൈൻ കോമ്പറ്റേറ്റീവ്. ഫോർ ദിസ് എ ഫേം നീഡ്സ് ടു ഹാവ് എ ബാക്കപ്പ് ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റം ദാറ്റ് ക്ലോസ്ലി കോർഡിനേറ്റ് ദ റിസോഴ്സസ് ആൻഡ് മോണിറ്റർ ദ ഇൻവെൻറ്ററി മൂവ്മെൻറ്റ് റൈറ്റ് ഫ്രം ദ സോഴ്സ് ഓഫ് സപ്ലൈ to the manufacturing unit, distribution centers and finally to the consumers. അപ്പോൾ എന്താണ് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഫേമിന് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേമിനെ എക്യൂപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് കറക്റ്റായിട്ട് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ പ്രൊഡക്റ്റ് റിസോഴ്സസ് സപ്ലൈ ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ മെറ്റീരിയൽസ് നമുക്ക് റൈറ്റ് ടൈമിൽ കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ അത് കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിലേക്ക് പ്രൊഡക്റ്റ് കറക്റ്റ് ടൈമിൽ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്തിരിക്കണം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ഓർഡർ എക്സിക്യൂഷൻ. Once the order is accepted for execution, the order filling instructions are passed to the inventory manager or directly to the vendor for case filling and packaging. അപ്പോൾ ഓർഡർ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യുക, ഇനി നമ്മളുടെ പാക്കേജിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ, ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണം അതുപോലെ പാക്കേജ് ചെയ്യേണ്ട പ്രോസസ്സാണ്. ദ ഡെലിവറി ഇൻസ്ട്രക്ഷൻ വിൽ ഇൻകോർപ്പറേറ്റ് ദ കൺസൈനി ഡീറ്റെയിൽസ്, ഐറ്റം ഡീറ്റെയിൽസ്, ക്വാണ്ടിറ്റി ആൻഡ് പാക്കേജിങ്. മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ കൺസൈനി ഡീറ്റെയിൽസ്, നമ്മളുടെ ഡെലിവറി ചെയ്യേണ്ട ആളുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഐറ്റംസ്, ക്വാണ്ടിറ്റി, പാക്കേജിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരിക്കണം. ദെൻ ദ വെൻഡർ ഓർ വെയർഹൗസ് മാനേജർ ഇൻസ്ട്രക്ട് ദ കൊറിയർ ടു പിക്ക് അപ്പ് ദ കൺസൈൻമെൻറ്റ് ഫോർ ഡെലിവറി ടു ദ ക്ലയൻറ്റ്. അപ്പോൾ ക്ലയൻറ്റിലേക്ക് അതായത് കസ്റ്റമേഴ്സിലേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് നമ്മൾ വെയർഹൗസിൽ നിന്നും കൊറിയർ പിക്കപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് അത് മൂവ് ചെയ്യുന്നു.
ഓൾ ദിസ് വിൽ ബി ഡൺ ഇലക്ട്രോണിക്കലി. ഇതൊക്കെ എന്താണ്, ഇലക്ട്രോണിക്കലി ആണ് പോകുന്നത്. കാരണം നമ്മളിവിടെ ഈ ലോജിസ്റ്റിക്സ് ആണ് പറയുന്നത്. ലോജിസ്റ്റിക്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്. പക്ഷേ അവിടെ എന്ത് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്, ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ടെക്നോളജി അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. Delivery details will be immediately conveyed to the customer along with the invoice copy for the customers to be ready with the balance payment against the delivery by the courier or logistics firm. അപ്പോൾ ഇനി എന്താണ്, ലാസ്റ്റ് നമ്മളുടെ ഡെലിവറി ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. ദെൻ അതിൻ്റെ ഇൻവോയ്സ്, അതായത് എത്ര പേയ്മെൻറ്റ് ഉണ്ട്, ഇനി എത്ര പേ ചെയ്യാനുണ്ട്, അതായത് എത്ര നേരത്തെ പേ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ദെൻ കസ്റ്റമേഴ്സിൻ്റെ പ്ലേസ് ഡീറ്റെയിൽസ്, ഡെലിവറി ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു ഇൻവോയ്സ്, പേയ്മെൻറ്റ് ഇൻവോയ്സ് കസ്റ്റമേഴ്സിന് കൊറിയർ അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ ലോജിസ്റ്റിക്സ് ഫേം, അല്ലെങ്കിൽ ലോജിസ്റ്റിക് ഫേം ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മൾ കൊറിയർ സർവീസാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ അത്, ആ ഒരു ഇൻവോയ്സും കൂടിയാണ് ഇത് ഡെലിവറി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മളിവിടെ പറഞ്ഞു ഓർഡർ കിട്ടിക്കഴിഞ്ഞു, ദെൻ നമ്മൾ പാക്കിംഗ് ചെയ്യാനുള്ള ഐറ്റംസ് ചെയ്തു. ദെൻ പാക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തു. ദെൻ അത് വെയർഹൗസിൽ നിന്നും നമ്മുടെ ക്ലയൻറ്റിലേക്ക് എത്താനായിട്ട് കൊറിയർ സർവീസിലേക്കോ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഫേമിലേക്കോ എത്തിച്ചു. ദെൻ അവിടെ നിന്നും കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് ഇത് എത്തിക്കാനായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഒരു കോപ്പി, ഇൻവോയ്സിൻ്റെ ഒരു കോപ്പി കൂടെ ആർക്ക് കൺവേ ചെയ്യുന്നുണ്ട്, കൊറിയർ സർവീസിലേക്കോ അല്ലെങ്കിൽ ലോജിസ്റ്റിക് ഫേമിലേക്കോ കൺവേ ചെയ്തിട്ട് അതിലൂടെയാണ് ഇത് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത്. ദെൻ ഇത്രയും നമ്മൾ പറഞ്ഞ 3 ലോജിസ്റ്റിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.